ഹായ് നമസ്കാരം. ഞാൻ ഇന്നിവിടെ വീഡിയോ ചെയ്യാനുള്ള കാരണം 2 ദിവസം മുന്നേ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ദാമ്പത്യ പ്രശ്നത്തിൽ ഇടപെടാൻ സാധിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രശ്നത്തിൻ്റെ കാതലായ വശം എന്ന് പറയുന്നത്, ഭൂതകാലത്തിൽ നിങ്ങൾ ഭർത്താവ് ഭാര്യയ്ക്ക് അത് വാങ്ങിക്കൊടുത്തില്ല, അല്ലെങ്കിൽ അവിടെ ടൂറിന് കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞ്, നമുക്കറിയാം ഭൂതകാലം എന്ന് പറയുന്നത് തന്നെ കഴിഞ്ഞു പോയൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടം ഒരിക്കലും നമുക്ക് റീക്യാപ്പ് ചെയ്യാൻ കഴിയില്ല, തിരിച്ചു കിട്ടൂല. മാത്രമല്ല അത് ചരിത്രത്തിൻ്റെ ഭാഗമായി, ഓർമ്മയുടെ ഭാഗമായി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന പ്രസന്റ് കാലം വർത്തമാന കാലഘട്ടത്തിലാണ്. ഈ വർത്തമാന കാലഘട്ടം നമുക്ക് ആനന്ദകരമാക്കിയാൽ, നമുക്ക് കഴിഞ്ഞ ഭൂതകാലത്തിലെ പ്രശ്നമാണ് ഇപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ പൊക്കിക്കൊടുന്നു വന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ വർത്തമാന കാലഘട്ടം നമ്മൾ ആനന്ദകരമാക്കിയാൽ, നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഭൂതകാലഘട്ടം നാളെ എന്ന് പറയുന്ന ദിവസത്തിലെത്തുമ്പോൾ ഇത് ഭൂതകാലഘട്ടമായി കഴിഞ്ഞു പോയി. അപ്പം നമുക്ക് അന്ന് നല്ല സുന്ദരമായ ഓർമ്മകൾ സമ്മാനിക്കാൻ സാധിക്കും. ഭാവിയെക്കുറിച്ച് പേടിച്ചിട്ട് ജീവിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഭൂതകാലത്തെക്കുറിച്ച് വ്യാകുലതപ്പെട്ട് അല്ലെങ്കിൽ അതിൽ വിഷമിച്ച് ജീവിക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വർത്തമാന കാലഘട്ടം നമ്മൾ ഭാര്യയും ഭർത്താവും ഒക്കെ വളരെ ആനന്ദകരമാക്കാൻ ശ്രമിക്കണം. അവിടെ നമ്മളെ ഭൂതകാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ കയറി വരരുത്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഭൂതകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഓവർകം ചെയ്യണം. നമ്മൾ തെറ്റിൽ നിന്നാണ് പഠിച്ചത്. എല്ലാ സ്റ്റെപ്പും ഒരു കുട്ടി നടക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ വീഴുന്നുണ്ടല്ലോ. അപ്പോൾ ആ വീഴ്ചയിൽ നിന്ന് പഠിച്ച് അവന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഭൂതകാലത്തിൽ ചില പെശകുകളോ അല്ലെങ്കിൽ പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്ത് വർത്തമാന കാലഘട്ടം സുന്ദരമാക്കുക. അങ്ങനെയല്ലേ ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്. ഭൂതകാലത്തിൽ അത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിഷമിച്ചിട്ട് ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കാതിരുന്നിട്ട് എന്താ കാര്യം? ഭൂതകാലവും പോയി. നമ്മൾ ഭൂതകാലം എന്ന് പറഞ്ഞാൽ അത് തീർന്നു പോയി, കഴിഞ്ഞു. പക്ഷെ വർത്തമാനകാലത്തിൽ നമ്മൾ ജീവിക്കാനും മറന്നു. കാരണം ഭൂതകാലത്ത് പഴിച്ച് നമ്മൾ ജീവിച്ചിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആർക്കാണ് നഷ്ടം? കാലത്തിന് വല്ല നഷ്ടമുണ്ടോ? ഈ ജീവിക്കാൻ മറന്ന ദമ്പതികൾക്കല്ലേ നഷ്ടമുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പഴിചാരാതെ വർത്തമാന കാലഘട്ടം ആനന്ദകരമാക്കുക. അതിൽ നിങ്ങളെ ഭൂതകാലോ ഭാവികാലോ ഒന്നും നിങ്ങൾ ഇടപെടരുത്. നമുക്കറിയില്ലേ, ഭൂതകാലം എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടിക്കാലം, നമ്മളെ കൗമാരം ഒക്കെ അവിടെ നഷ്ടപ്പെട്ടിട്ടില്ലേ? നമുക്കൊക്കെ താല്പര്യമല്ലേ നമ്മളെ കുട്ടിക്കാലം ഒന്ന് റീക്യാപ്പ് ചെയ്ത് കിട്ടാൻ? നമ്മളെ കൗമാരകാലം തിരിച്ചിട്ടാൽ നമുക്കൊക്കെ താല്പര്യമല്ലേ? നമ്മളെ മുഖത്തേക്ക് നോക്കൂ, എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. കുട്ടിയാകുമ്പോൾ നമ്മളിങ്ങനെ ആയിരുന്നോ? നമ്മളെ കൗമാരത്തിൽ നമ്മളിങ്ങനെ ആയിരുന്നോ? അല്ലല്ലോ. നമ്മളെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ കറക്റ്റ് നമുക്ക് പറഞ്ഞു തരും. അപ്പം എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യങ്ങൾ മൊത്തം ചെലവഴിച്ചാലും നമുക്കതൊന്നും തിരിച്ചു കിട്ടൂല. അപ്പോൾ നഷ്ടപ്പെട്ട സമയങ്ങളൊന്നും നമുക്ക് തിരിച്ചു കിട്ടൂല എന്നുള്ള ഓർമ്മ വെച്ചുകൊണ്ട്, ഏറ്റവും വലിയ മൂല്യമുള്ള ഈ ലോകത്തുള്ള കാര്യം സമയമാണെന്ന് ഓർമ്മ വെച്ചുകൊണ്ട് വർത്തമാന കാലഘട്ടം ആനന്ദകരമാക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം പറയും. മാത്രം പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളില്ലാത്തൊരു ദാമ്പത്യ ജീവിതം നേരുന്നു.